കോഴിക്കോട് വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ ഡിവൈഎഫ്ഐ തടഞ്ഞ സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് ഈ വിഷയം മുൻനിർത്തി ഒരു പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. പക്ഷേ ഈ പ്രത്യാക്രമണം എത്രമാത്രം ശക്തമാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര കൂടുതൽ പരാതികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞു. മാത്രമല്ല ക്രൈംബ്രാഞ്ചിന് ആയുധമണിക്കാനുള്ള അത്രയധികം പരാതികൾ സംസ്ഥാനത്ത് പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. പരാതികൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള കത്തുകളും ഒക്കെ തന്നെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള സൂചനയുണ്ട്. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ ദീപക്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ ഷാഫി പറമ്പിലിനെ തടഞ്ഞ സംഭവം ഇത് നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ SFIയും പ്രഖ്യാപിച്ചതാണ്. ഷാഫി പറമ്പിലിനെ തടയുമെന്നുള്ളത്. അങ്ങനെ ആ പ്രഖ്യാപിച്ച തടയൽ ഇന്നലെ അടക്കാത്തെരുവിൽ വടകരയിലാണ് നടന്നത്. അതേ തുടർന്ന് ആ ഷാഫിയും SFI പ്രവർത്തകരും തമ്മിലുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും ആക്രോശങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് വൈകുന്നേരം വടകരയിൽ KK രമ MLA, RMPയുടെ നേതാവായ വടകര MLA KK രമ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം വരെ നടത്തി. മാത്രവുമല്ല DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇത് തീക്കളിയാകുമെന്നും മന്ത്രിമാരെ വഴിയിൽ തടയുമെന്നും പ്രഖ്യാപിച്ചു. ഫലത്തിൽ ഇനി ഷാഫിയെ തടഞ്ഞാൽ മന്ത്രിമാരെ സംസ്ഥാന വ്യാപകമായി സംസ്ഥാന തലത്തിൽ തന്നെ തടയുന്നതിലേക്ക് UDF കടക്കും, കോൺഗ്രസ് കടക്കും എന്ന് പറയുന്നു. കോൺഗ്രസ്സാണ് ആദ്യം ഇത് പ്രഖ്യാപിക്കുന്നത്. കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ് ഇത് പ്രഖ്യാപിച്ചത്. പിന്നീട് അത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയും ലീഗ് നേതൃത്വവും അത് ഏറ്റെടുക്കുന്നു. സംസ്ഥാന തലത്തിൽ തന്നെ ഈ കോൺഗ്രസിൻ്റെ UDFൻ്റെ മന്ത്രിമാരെ തടയൽ സമരം ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനം വന്നു. ഫലത്തിൽ ഈ ഷാഫിക്കെതിരായ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു, ന്യായീകരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ്. പക്ഷേ ആ പ്രതിഷേധത്തിൻ്റെ പേരിൽ ഇനി സംസ്ഥാനത്തെ മന്ത്രിമാരെ എല്ലാം തടയുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അത് സംസ്ഥാനത്ത് തന്നെ ഒരു രാഷ്ട്രീയ സംഘർഷങ്ങൾ വിവിധ തലങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. വടകര MP ഷാഫിയെ തടഞ്ഞാൽ അത് സംസ്ഥാന തലത്തിലുള്ള തടയലായി മാറും എന്നുള്ള പ്രതിഷേധം പ്രഖ്യാപിച്ചത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് സംസ്ഥാന ഇൻ്റലിജൻസും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫിക്ക് കൂടുതൽ പോലീസ് സംരക്ഷണം നൽകാനും അതുപോലെ മറ്റു മന്ത്രിമാരുടെ പര്യടനങ്ങളെല്ലാം ഇൻ്റലിജൻസ് നിരീക്ഷിക്കാനുമുള്ള നിർദ്ദേശം ഇൻ്റലിജൻസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിലുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ സമരം സംഘർഷത്തിലേക്ക് മാറാനുള്ള സാധ്യതകളുടെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. SKN. താങ്ക് യു ദീപക് തർമ്മണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.